ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ജാവ പ്രോജക്റ്റ് ഗിറ്റ്ഹബിൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ്. നമ്മൾ ആദ്യം എക്ലിപ്സിൽ ഒരു ജാവ പ്രോജക്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മളത് ഗിറ്റ്ഹബിൽ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ഒരു എക്ലിപ്സിൻ്റെ അകത്ത് പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ലോക്കൽ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ ഗിറ്റ്ഹബിൽ റെപ്പോസിറ്ററി ആയിട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ ആദ്യം ഞാൻ എക്ലിപ്സ് ഓപ്പൺ ചെയ്യുക. വർക്ക് സ്പേസ് എന്ന ഫോൾഡറിലാണ് ഞാൻ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് സ്പേസ് ജസ്റ്റ് ഞാൻ ലോഞ്ച് ചെയ്തു. ഈ വെൽക്കം ടാസ്ക് ലിസ്റ്റൊക്കെ ഞാൻ ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് പുതിയൊരു ജാവ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ജാവ പ്രോഗ്രാംസ് എന്നാണ് പേര് കൊടുക്കുന്നത്. മൊഡ്യൂൾ ഇൻഫോ എല്ലാം ഓഫാക്കി ഒരു പുതിയ സോഴ്സ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. അറേസ് എന്നാണ് സോഴ്സ് ഫോൾഡറിൻ്റെ പേര്. എന്നിട്ട് അതിനകത്ത് ഞാനൊരു പുതിയ ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് റൺ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോജക്റ്റ്. ഇനി നമ്മളിത് ഷെയർ ചെയ്യാണ്. ടീം ഷെയർ പ്രോജക്റ്റ് പോയിട്ട് നമ്മളൊരു ലോക്കൽ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനൊരു ഗിറ്റ് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഈ റെപ്പോസിറ്ററീനെ സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോക്കൽ റെപ്പോസിറ്ററി ക്രിയേറ്റ് ആവും. ഇനി നമ്മൾ ഗിറ്റ്ഹബിൽ പോയിട്ട് അത് ലിങ്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഗിറ്റ്ഹബിൽ പോയിട്ട് ഇവിടെ ഒരു പുതിയ റിമോട്ട് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാണ്. സെയിം നെയിം തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ റെപ്പോസിറ്ററി. ഇതിനകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഞാൻ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ലോക്കൽ റെപ്പോസിറ്ററീൻ്റെ അകത്ത് പോവുകയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് അതിന് ഗിറ്റ് ഇനിറ്റ് കൊടുത്തിട്ട് ഒരു ഗിറ്റ് റെപ്പോസിറ്ററി ആയിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റസ് നോക്കിയിട്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റസ്. നമ്മൾ അറേസ് എന്ന് പറഞ്ഞ ഒരു സോഴ്സ് ഫോൾഡർ കണ്ടില്ലേ, അത് നമ്മൾ ആഡ് ചെയ്യാൻ, അതായത് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യാണ്. സ്റ്റേറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത് പച്ച കളറായി. നമ്മൾ ജസ്റ്റ് കമ്മിറ്റ് ചെയ്യാൻ പോകുന്നു. കമ്മിറ്റഡായി, നമ്മുടെ ലോക്കൽ റെപ്പോസിറ്ററിയിൽ സംഭവം കമ്മിറ്റഡായി. ഇനി നമ്മൾ ഒരു റിമോട്ട് ഒറിജിൻ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഇനി റിമോട്ട് ഒറിജിനിലേക്ക് നമ്മൾ ഇത് പുഷ് ചെയ്യും. അപ്പം നമ്മുടെ ചേഞ്ചസ് എല്ലാം നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമ്മുടെ ചേഞ്ചസ് എല്ലാം റിഫ്ലക്റ്റഡ് ആയോ എന്ന്. അപ്പം റിഫ്ലക്റ്റഡ് ആയിട്ടുണ്ട്. അറേസ് എന്ന ഫോൾഡറിനകത്ത് നമ്മൾ എഴുതിയ കോഡ് കാണാം. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ കോഡുകളും ഗിറ്റ്ഹബിൽ പുഷ് ചെയ്യാൻ പറ്റും.